സലീം കുമാറിൻ്റെ മരണാന്തര ചടങ്ങുകൾ നടക്കുന്ന ആ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മകൻ പൊട്ടിത്തെറിക്കുന്ന, വളരെ വികാരപരമായി പൊട്ടിത്തെറിച്ചുകൊണ്ട്, പെട്ടെന്നൊരു ആൾക്ക് കാണുമ്പോൾ അത് എന്നാ പറയണ്ടേ, ഒരു ഒരു എന്തോ ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടാവും. അദ്ദേഹം അങ്ങനെ ചൂടാകുന്ന എന്തിനാണ്, ഈ ചെക്കൻ അഹങ്കാരത്തോടെയാണോ ഒക്കെ പലരും ചിന്തിച്ചു പോകും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പരിധി നമ്മൾ ഈ മരണവീടിലൊക്കെ പോയി ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇത്രയും ആളുകൾ, വലിയൊരു ക്രൗഡ് അവിടെ ക്രിയേറ്റ് ചെയ്തു. ഇത് ഈ വരുന്നവരാരും തന്നെ അവിടെ സലീം കുമാർ എന്ന് പറഞ്ഞ ആളെ കാണാൻ വേണ്ടിയല്ല കൂടുതൽ ആളുകളും വന്നത്. അവിടെ വന്ന സെലിബ്രിറ്റികളായിട്ടുള്ള ഒരുപാട് എന്നാ പറയണ്ടേ സിനിമാ നടന്മാരുണ്ട്. അപ്പോൾ വലിയ വലിയ താരസംഘടനയിലുള്ള ആളുകൾ, മോഹൻലാൽ, മമ്മൂട്ടിയൊക്കെ വരുമെന്നാണ് പലരും വിചാരിച്ചത്. അപ്പോൾ വമ്പൻ എന്താ പറയണ്ടേ, ഒരു കാലഘട്ടത്തെ, ഒരു 10-30-40 വർഷത്തെ കാലഘട്ടം മുഴുവൻ സിനിമയിൽ അഭിനയിച്ച ആ സമയത്തുള്ള ആ പഴയ ആൾ മുതൽ പുതിയ സിനിമാ താരങ്ങൾ വരെ ഇവിടെ വന്ന് സലീം കുമാറിനെ കാണാൻ വരും. അപ്പം അത് കാണുവാൻ വേണ്ടി അത് അവസരമാക്കി എടുത്ത ഒരു പറ്റം മലയാളികളാണ് വന്നത്. അത് ജിജ്ഞാസയോ അല്ലെങ്കിൽ എന്നാ പറയാമെന്ന് അറിയത്തില്ല. സിനിമാ നടന്മാരെ കാണാനുള്ള ആഗ്രഹം, മരിച്ചു കിടക്കുന്ന വ്യക്തിയെ കാണുന്നതിനേക്കാൾ കൂടുതൽ സെലിബ്രിറ്റികൾ അവിടെ വരും. അവരെ കാണാനുള്ള ആഗ്രഹത്തോടെ എത്തിയ വലിയൊരു സമൂഹം, ജനാവലി ഇവിടെ തടിച്ചുകൂടുകയുണ്ടായി. ഇവിടെ മാത്രമല്ല, കേരളത്തിലെ പലയിടത്തും ഇതുപോലത്തെ ശ്രീനിവാസൻ്റെത് കണ്ടപ്പോൾ നമ്മൾ കണ്ടതാണ്. ശ്രീനിവാസന്റെ മരണാന്തര ചടങ്ങുകളിൽ നമ്മൾ കണ്ടതാണ്. ഇവിടെ വരുന്നവരെയൊക്കെ പാലിക്കേണ്ട അല്പം വിദഗ്ധങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്, അല്ലേ? നമ്മളിപ്പോൾ യൂട്യൂബർമാരെയൊക്കെ ഒരുപാട് കുറ്റം പറയുന്നുണ്ട്. ഞാനടക്കം കുറ്റം പറയും, ഞാനടക്കം ഒരു യൂട്യൂബറാണ്. എങ്കിൽ പോലും നമ്മളൊരു യൂട്യൂബർ ആണെങ്കിൽ പോലും നമുക്കൊരു വകതിരിവ് വേണം. നമ്മളൊരു സ്ഥലത്ത് എത്തപ്പെടുമ്പോൾ, ചെല്ലുമ്പോൾ വലിഞ്ഞു കയറി ചെല്ലാൻ എവിടെയൊക്കെ നമുക്ക് എത്തപ്പെടാൻ പറ്റുന്നുള്ള ഒരു അതിർവരമ്പുകൾ നമ്മൾ തന്നെ സൃഷ്ടിക്കണം. ഇതുപോലുള്ള മരണാനന്തര ചടങ്ങുകളിൽ അവരുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറി നമ്മളൊക്കെ ചെന്ന് വീഡിയോ ചിത്രീകരിച്ച് യൂട്യൂബിലിട്ട് ലക്ഷങ്ങളും കോടികളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനൊന്നും ലക്ഷങ്ങളൊന്നും വാങ്ങിയെന്നവനല്ല, നമ്മളൊക്കെ സാധാരണക്കാരാണ്. ഇത് വിറ്റ് കാശാക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ ഒന്നും കിട്ടുന്നില്ലായിരിക്കും. ഈ ഒരു ചാനൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയും കയറ്റിക്കൊണ്ട് വരാൻ വേണ്ടിയും നിങ്ങൾ പോയി ഈ തിക്കും തിരക്കും ഉണ്ടാക്കി അവിടെ ഇത്രയും വലിയൊരു തിരക്ക് സൃഷ്ടിക്കുകയും എന്താ പറയണ്ടേ, ആ പരേതനായ വ്യക്തിയുടെ, ആ വ്യക്തിക്കുള്ള മക്കള്, ഭാര്യ, അടുത്ത കുടുംബാംഗങ്ങൾ, നാട്ടുകാർ, പഠിപ്പിച്ച ആളുകൾ, അല്ലെങ്കിൽ വളരെ പ്രിയപ്പെട്ട ആളുകൾക്ക് പോലും ഒന്ന് കാണാൻ പോലും അവസരമില്ലാതെ, ഒന്ന് പ്രാർത്ഥിക്കാനോ അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത വളരെ ദുഃഖകരമായൊരവസ്ഥ ഉണ്ടായി. അതുമാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ബഹുമാന്യനായ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പോലും ആളുകളോട് മാറി നിൽക്കാൻ പറയേണ്ട ഒരു അവസ്ഥ അവിടെ വന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമുക്ക് കിട്ടിയ ഒരു മുഖ്യമന്ത്രി, ഇങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി ആയിട്ട് പോലും വളരെ സരസനും ജനങ്ങൾക്കിടയിൽ നന്നായി ഇറങ്ങി കടക്ക് പുറത്തുനിന്നൊന്നും പറയാത്ത, വളരെ സ്നേഹത്തോടെ എല്ലാവരുമായിട്ട് ഇടപെടുന്ന, എല്ലാവരുടെ ഇടയിൽ ഒരു ഗൺമാൻ പോലും ഇല്ലാതെ വരുന്ന വി.ഡി. സതീശൻ സാർ പോലും പറഞ്ഞത് കേൾക്കുവാനുള്ള സന്മനസ് പോലും അവിടെയുള്ള ക്യാമറ കൂട്ടങ്ങൾക്ക് കഴിഞ്ഞില്ല. നിങ്ങളോടൊക്കെ അവരെ ആക്രോശിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത നിങ്ങളൊക്കെ വീട്ടിലുള്ള അച്ഛനമ്മമാർ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്രയും ഒരു ഭീകരമായ അവസ്ഥ അവിടെ കണ്ടു. അത് പറയാതിരിക്കാൻ വയ്യ. ഒരു ബഹുമാനപ്പെട്ട ഒരു മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുള്ള കേരളത്തിലെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലും അവിടെ നിങ്ങൾക്ക് എന്താണ് അവിടെ ഷൂട്ട് ചെയ്യാനുള്ളത്? ഒരു അന്തികർമ്മം ക്രിമിയേഷൻ അല്ലേ? അന്തികർമ്മം നടക്കുന്നിടത്ത് അവിടെ പ്രാർത്ഥനകൾ ഉച്ചരിച്ച് ചെയ്യുന്നതും, അതുപോലെ അവസാനമായിട്ടുള്ള ആ പിണ്ടം, അതുപോലെ തന്നെ അവിടെയുള്ള കർമ്മങ്ങളൊക്കെ മക്കൾ ചെയ്യുന്നതും മാത്രമേ ഇവിടെയുള്ളൂ. നിങ്ങൾക്ക് കാണാൻ മാത്രം ഒന്നുമില്ല. ആ മക്കൾ കരയുന്നതും, ഭാര്യ കരയുന്നതും, അനിയന്മാർ കരയുന്നതും, ബന്ധുക്കൾ കരയുന്നതും മാത്രമേ അവിടെയുള്ളൂ. വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് അവർ കരയുന്നതും അവരുടെ വിഷമങ്ങളും ഇതെല്ലാം ചിത്രീകരിച്ച് വിറ്റ് കാശാക്കുന്ന ഒരു സമൂഹമായിപ്പോയി നമ്മുടേത്. നിങ്ങൾ അവിടുന്ന് മാറി കൊടുക്കേണ്ടതായിരുന്നു. നിങ്ങളത് ചെയ്യാത്തതുകൊണ്ട് എന്തൊരു ഇതാണ്. ഒന്നാകെ ചാനലുകൾക്ക്, മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്ന
സാറ്റലൈറ്റ് മാധ്യമങ്ങൾ, ഈ മാധ്യമങ്ങൾക്കൊന്നും യൂട്യൂബർമാരെയും ഓൺലൈൻ മീഡിയയെയും കാണത്തില്ലാത്തൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. കാരണം ആർക്കും ഒരു ചാനൽ ഉണ്ടാക്കാം, ഒരു മീഡിയ ഉണ്ടാക്കാം, സംസാരിക്കാം. അതുപോലെ ഇപ്പോൾ നടക്കുന്ന സിനിമകൾ, അത് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഇപ്പോൾ നടക്കുന്ന സിനിമകളിലെ സിനിമാ താരങ്ങൾ പോലും പോകുന്ന വഴികളിൽ ഒരു യൂട്യൂബറെയോ ബ്ലോഗറെയോ ഒക്കെ കൊണ്ട് നടക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. ഒത്തിരി പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു സിനിമാ താരം പോകുന്ന ഉദ്ഘാടനത്തിലായാലും അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻ ആയാലും അതല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ആയാലും, ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ ഈ കാലത്ത് ഡിജിറ്റൽ ഈ കാലഘട്ടത്തിൽ, അല്ലെ, നമ്മളൊക്കെ പറയുന്നത് ജെൻസി കാലഘട്ടം എന്നൊക്കെ പലരും പറയും. ഈ ജെൻസി കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മീഡിയ പ്രസൻസ് കിട്ടുന്നത് സോഷ്യൽ മീഡിയ പോലത്തെ പ്ലാറ്റ്ഫോമുകളാണ്. ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും നമ്മുടെ ഫേസ്ബുക്ക് ആയാലും ഏറ്റവും കൂടുതൽ മീഡിയ പ്രസൻസ് കിട്ടുന്നതുകൊണ്ട് മാത്രമല്ല, ഞൊടിയിടയിൽ നമ്മുടെ വിരൽ തുമ്പിൽ, നമ്മുടെ കൈകളിൽ, നമ്മുടെ ഹൃദയത്തിൽ പെട്ടെന്ന് കാണാൻ സാധിക്കുന്നത്. നമ്മൾക്ക് പിന്നീടാണ് ടി വി ഒക്കെ വെക്കുന്നത്, അല്ലെ. ഏറ്റവും ആദ്യം നമുക്ക് കിട്ടുന്ന മാധ്യമം എന്ന് പറയുന്നത് ഫേസ്ബുക്ക് നമ്മൾ നോക്കും, അല്ലെ, ഇൻസ്റ്റാഗ്രാം നോക്കി, യൂട്യൂബിലൂടെയാണ് പെട്ടെന്ന് നമുക്ക് വാർത്തകൾ വിശകലനം ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് കിട്ടുന്നത്. അപ്പൊ ആ യുവതലമുറയെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിനിമാ താരങ്ങൾ അവരോടൊപ്പം തന്നെ ഇതുപോലത്തെ ബ്ലോഗർമാരെ കൊണ്ട് നടക്കുന്നത്. പ്രൊമോഷൻ വീഡിയോകൾ ഈ സിനിമകൾക്ക് നൽകുന്നതും പെട്ടെന്ന് ആളുകളിലേക്ക് ഇമ്പാക്റ്റ് എത്താൻ വേണ്ടിയിട്ട്, ആ പടത്തിന്റെ റിവ്യൂ എത്താനും. ചിലപ്പോൾ മോശമായിട്ടായിരിക്കും ആളുകൾ റിവ്യൂ ചെയ്യുന്നത്. കൂടുതൽ ആളുകൾ പ്രൊമോഷൻ ചെയ്യുന്നത് യൂട്യൂബർമാരെയും ബ്ലോഗർമാരെയും അത് ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന സാറ്റലൈറ്റ് അല്ലാത്ത ബാക്കി എല്ലാ മീഡിയകളെ ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ അത് വളരെയധികം ഹിറ്റാവുന്നതുമുണ്ട്. ഒത്തിരി പേര് ഇത് വരുമാനം കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും കഞ്ഞിയിൽ പാറ്റ, അങ്ങനെ എന്തൊരു വാക്കില്ലേ, കഞ്ഞിയിൽ പാറ്റ വീണതുപോലെ ആയിട്ട് അവസ്ഥയായി. കുറച്ച് ആളുകൾ ചെയ്യുന്ന തെറ്റുകൊണ്ട് ഒരു സമൂഹം മുഴുവൻ ഇല്ലാതാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പുച്ഛത്തോടെ ആളുകൾ മാറ്റി നിർത്തപ്പെടുന്ന ഇനിയുള്ള പരിപാടികളും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഈ ഓൺലൈൻ മാധ്യമങ്ങളെയൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. നമുക്ക് ഇത് രണ്ടും രണ്ട് വിഷയമാണെങ്കിൽ പോലും ഓൺലൈൻ മാധ്യമവും സാറ്റലൈറ്റ് മാധ്യമവും തമ്മിൽ വളരെയധികം കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. കാരണം നമ്മളിപ്പോൾ സംസാരിച്ചു വന്നത് അവർ തമ്മിലൊരു മത്സര ബുദ്ധിയുണ്ട്. കാരണം ഓൺലൈൻ മീഡിയയ്ക്ക് കിട്ടുന്ന വർക്കുകൾ മുഴുവൻ ഇത് സാറ്റലൈറ്റ് സാധാരണ ചാനലുകൾ കിട്ടേണ്ടതാണ്. അത് കിട്ടാതെ വരുമ്പോൾ അവർക്ക് വളരെയധികം പ്രശ്നങ്ങൾ, ഒത്തിരി വാർത്തകളൊക്കെ ചെയ്യുന്നതും വലിയ വലിയ താരങ്ങളുടെ ഇന്റർവ്യൂ പോലും ഓൺലൈനിലൂടെയാണ്, ഓൺലൈൻ മാധ്യമങ്ങളാണ് ചെയ്യുന്നത്. അത്രയും ഒരു മാറ്റം ഈ മീഡിയ മേഖലയിലേക്ക് വന്നു. അപ്പൊ ഈ പറയുന്ന പ്രമുഖ ചാനലുകൾക്കെല്ലാം യൂട്യൂബിലും ചാനലുണ്ട്, പക്ഷെ അതൊന്നും കാണാനാടില്ല. ഒത്തിരി പ്രമുഖമായിട്ടുള്ള നല്ല നല്ല ബ്ലോഗേഴ്സ് ഉണ്ട്, നല്ല നല്ല മീഡിയ ഉണ്ട്. ഈ മീഡിയകളെ, അത്രയും നല്ല മീഡിയയെ കുറ്റപ്പെടുത്താൻ ഇതുപോലത്തെ കുറച്ച് പേർക്ക് കൊണ്ട് സാധിക്കും. നിങ്ങൾ ചെയ്ത തെറ്റുകൊണ്ട് ബാക്കിയുള്ളവർ ക്രൂശിക്കപ്പെടും, ബാക്കിയുള്ള യൂട്യൂബേഴ്സ് ആയാലും എല്ലാം ശിക്ഷിക്കപ്പെടും. ഞാൻ പറഞ്ഞു വന്നതാണ്, നമ്മൾ ഈ മരണാന്തര ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ പോകുമ്പോൾ ഇത് വിറ്റ് കാശാക്കുന്ന ഒരു വിഭാഗം അവിടെ തടിച്ചുകൂടി അനാവശ്യ ഉന്തും തള്ളും ബഹളവും അവിടെ ഉണ്ടാക്കുകയാണ്. അവിടെ കാണാൻ വരുന്നവർക്ക് മര്യാദയ്ക്ക് കാണാൻ പോലും പറ്റാത്തൊരവസ്ഥ അവിടെ സംജാതമാവുകയാണ്. അതിന് കുറ്റം മുഴുവൻ പേറുന്നത് നന്നായിട്ടുള്ള ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ചെയ്ത് പോകുന്ന ബ്ലോഗേഴ്സും മീഡിയക്കാരും ഒക്കെ ഉണ്ട്. ഒത്തിരി നല്ല നല്ല മീഡിയക്കാരും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ ചെയ്യുന്നവരുണ്ട്. എല്ലാവരെ കൊണ്ടും കോടികൾ മുടക്കി ഈ ട്രായിയുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൽ നിന്ന് ലൈസൻസ് കോടികൾ കൊടുത്ത് ആർക്കും വാങ്ങാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇത് യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം, അമേരിക്കൻ കമ്പനിയുടെ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം കിട്ടിയത് തന്നെ എല്ലാവർക്കും ഒരു അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താനും അത് പുറം ലോകത്തേക്ക് എത്തിക്കാനും നിമിഷ നേരം കൊണ്ട് ലോകം മുഴുവൻ എത്തിക്കുവാനും വേണ്ടിയാണ്. അത് തെറ്റായ രീതിയിൽ വിനിയോഗിക്കാതിരിക്കുക, ഇനി എനിക്കതേ പറയാനുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ വരുന്ന സിനിമാ നടന്മാരായാൽ പോലും, സിനിമാ നടികളായപ്പോലും, റിനി എന്ന് പറയുന്ന ഒരു സിനിമാ നടി ഇതിനകത്ത് വന്നു. ഏത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. റിനി അവിടെ നിന്ന് അവിടെയുള്ള ആളുകളെ ചിരിച്ചു കാണിക്കുകയും കൈയൊക്കി കാണിക്കുകയൊക്കെ ചെയ്യുന്ന വീഡിയോകളൊക്കെ ഒരുപാട് പേര് പുറത്തു വിട്ടിട്ടുണ്ട്. റിനി മാത്രമല്ല, ഒത്തിരി സിനിമാ നടന്മാർ വരികയും ഈ ഇവർ എന്താ പറയണ്ടേ, റിയൂണിയൻ, നമ്മൾ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ വന്ന് റിയൂണിയൻ പോലെ അവർ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ചിരിച്ച് കളിച്ച് പോവുകയാണ്. നമ്മളൊരു മരണ വീട്ടിലേക്ക് വന്ന ആ കാര്യം നടത്തിയിട്ട് നമ്മളോട്ട് തിരിച്ചു പോവുക. സിനിമാ നടികളായാലും സിനിമാ നടന്മാരായാലും നിങ്ങൾ വരുന്നത് ഈ ഒരു സ്ഥലത്തേക്കാണെന്നും, അതുപോലെ യൂട്യൂബർമാരായാലും നിങ്ങൾ വരുന്നത് ഇതിൻ്റെ ഒരു കാര്യ ഗൗരവം മനസ്സിലാക്കാത്ത കുറേ പേരുണ്ട്. അവിടെ വന്നു നിന്ന് ചിരിച്ചും കളിച്ചും ആ ഒരു മരിച്ചു കിടക്കുന്ന ആത്മാവിനോട് നീതികേട് നിങ്ങൾ കാണിക്കുകയാണ്. അതുപോലെ അവിടുത്തെ ആ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകുന്ന മാനസിക വിഷം വേറെ.
നിങ്ങളെന്തോ കാഴ്ച കാണാൻ വന്ന മൃഗശാലയിൽ വന്നതുപോലെ ചിരിച്ചും ഉല്ലസിച്ചും ഒരു പാർക്കിൽ വന്നതുപോലെ കൂട്ടം കൂടി നിന്ന് വർത്താനം പറയാനും ഒക്കെ ഒരുപാട് സിനിമാ നടന്മാരൊക്കെ ഈ പല ദൃശ്യങ്ങളിലും കാണുന്നുണ്ട്. റിനിയെ പോലുള്ള ആളുകളൊക്കെ എന്തിനാണ് അവിടെ നിന്ന് ചിരിച്ച് കോമാളിത്തരം പോലെ സംസാരിക്കുകയും ആളുകളുടെ ഇടയിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നത്? ഈ ഒരു പ്രസൻസ്, മീഡിയ പ്രസൻസ്, അവരുടെയൊക്കെ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി അതിനനുസരിച്ചുള്ള വേഷങ്ങളും ധരിച്ചു വന്ന് ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ സ്വയം മാർക്കറ്റ് ചെയ്യുകയാണ് അല്ലേ? ഇവിടെ വരുന്നത് വലിയ വലിയ സംവിധായകരൊക്കെ വരും. ഈ മരണസമയത്ത് ഒരുപാട് ഈ മരിച്ചുപോയ ആളുടെ കൂട്ടത്തിൽ പ്രവർത്തിച്ച ഒത്തിരി സംവിധായകരും നിലവിലുള്ള സംവിധായകരും ഒക്കെ വരുമ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു ഫോട്ടോ എടുക്കാൻ, അതുപോലെ തന്നെ ഒരു സിനിമയിൽ ചാൻസ് ചോദിക്കാൻ, അതുപോലെ തന്നെ ഒന്ന് കൂടെ നിന്ന് അല്ലെങ്കിൽ ഒരു പടത്തിൽ അഭിനയിക്കാൻ തരുമോ എന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ കഥ പറയാൻ വരുന്നവരുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നുമല്ല കഥ കേൾക്കാനും കഥ പറയാനും ഉള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ വന്ന് ആ ചടങ്ങുകൾ വീക്ഷിക്കുക, പോവുക എന്നല്ലാതെ അവിടെ നിന്ന് വലിയൊരു തെക്കും തിരക്കും ഉണ്ടാക്കിയ അതിൻ്റെ അന്തരീക്ഷം തന്നെ മാറ്റിക്കളയേണ്ട ഒരു അവസ്ഥ വന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും അവിടെ നിന്ന് ആക്രോശിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അദ്ദേഹം ഒരു മാന്യനായിട്ട് അത്രയും പറഞ്ഞുള്ളൂ. ഇത്രയും പോലീസുകാരൊക്കെ അവിടെ ഉണ്ടായിട്ട് പോലും ഇത്രയും ആളുകൾ അവിടെ ഉന്തും തള്ളും ഉണ്ടാക്കി ഈ ചടങ്ങിനെ എന്താ പറയേണ്ടത്, ഒരു വല്ലാത്തൊരു കളങ്കം സൃഷ്ടിക്കുകയും ചെയ്തു. ആ ചന്തു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകന് പ്രതികരിക്കേണ്ട ഒരു അവസ്ഥ വന്നു പോലും. പെട്ടെന്ന് കാണുന്നവൻ അദ്ദേഹം പ്രതികരിച്ച് ഇത്രയും ഒച്ചയിടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടുത്തെ സത്യാവസ്ഥ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അവിടെ എത്രയും ആളുകൾ ഇടിച്ച് തിങ്ങി കൂടി ഒരുപാട് പേര് അവിടെ വന്ന് അവിടുത്തെ അന്തരീക്ഷ മുഴുവൻ സംസാരവും ബഹളവും ഈ ക്യാമറക്കാരുടെ ബഹളവും മൊത്തം ക്യാമറകൾ കൊണ്ട് എന്നാ പറയണ്ടേ അത്രയും തിക്കും തിരക്കും ഒക്കെയാണ്. നിങ്ങൾക്ക് കാണാൻ, നിങ്ങൾക്ക് വിറ്റ് കാശാക്കാൻ വേണ്ടി അല്ലേ, ഒരാളുടെ കണ്ണീര് വിറ്റ് കാശാക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല. ഒരാളുടെ എന്താ പറയുക കരച്ചിലും അവരുടെ വിലാപങ്ങളും അവരുടെ ദുഃഖവും ഒപ്പിയെടുത്ത് നിങ്ങൾക്ക് കാശാക്കിയിട്ട് ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടാനൊന്നും പോകുന്നില്ല. മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.